വാഗമണ്ണുള്ള ഈ ജിയോഡസിക് ഡോം കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം പേജുകളിൽ കിടന്ന് കറങ്ങുന്നു. എന്നാൽ പിന്നെ ഇത് അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ, ഒരു രസമില്ലല്ലോ. അങ്ങനെ ഓണം മാമനെയും ചത്ത മാമനെയും കണ്ണൻ കൊച്ചനെയും ഗോപമാമയും, അടിപൊളി പേരുകളല്ലേ, എല്ലാം ജാനുവെ വിളിക്കുന്നത്, ഡാഡയും, അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ജിയോഡസിക് ഡോമിലോട്ട് പോവാണ്. നിങ്ങളും വരികയല്ലേ? അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഞാൻ മായി, ഇത് ഞങ്ങളുടെ മോള് ജാനകി, അത് സുബിൻ, ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഞാനും സുബിനും ജാനുമയുടെ കണ്ണൻ കൊച്ചനും ഓണം മാമൻ അഥവാ രാകേഷും കൂടെ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിക്കുകയാണ്. ഞങ്ങൾ കോട്ടയത്തുള്ള അജീഷിൻ്റെയും ഗോപികയുടെയും വീട്ടിലേക്കാണ് പോകുന്നത്. ജാനുമയുടെ ഡാഡ ആൻഡ് ഗോപമാമി, അന്ന് അവൾ ഗോപികനെ മമ്മി എന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ശരത് മാമൻ ആൻഡ് അശ്വതി, അതായത് ചത്ത മാമ ആൻഡ് അച്ചു, അങ്ങനെയാണ് അവൾ വിളിക്കുന്നത്. അവർ കോട്ടയത്ത് ഞങ്ങളെ ജോയിൻ ചെയ്യും. എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വലിയ താമസമൊന്നും ഇല്ലാതെ എത്തിയെങ്കിലും എല്ലാവരും എത്തിയപ്പോൾ സന്ധ്യയായി. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ചായ വാലയിലേക്ക്. ഷോ, ഈ ഓണമാമനെ കൊതുകടിച്ച് കൊല്ലുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയ ഡിന്നറിനാണ്. സിസിൽ ഹൗസിലാണ് നമ്മൾ പോയത്. അവിടെ എല്ലാം ഈ മറ്റേ സിസിലർ സ്റ്റേക്ക് ടൈപ്പ് പല പല ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോയതാണ്. ഉണ്ണിക്ക് ഓണമാമൻ്റെ താടി കണ്ടപ്പോൾ കളിക്കാനാണ് തോന്നിയതെങ്കിൽ എനിക്ക് തോന്നിയത് ഒരു ട്രാൻസിഷൻ ഷോട്ട് എടുക്കാനാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ അവിടെ കുറച്ചൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ടൈം ഞങ്ങളിങ്ങനെ ട്രാൻസിഷൻ ഷോട്ടുകൾ എടുത്തും ജാനുമി കളികളൊക്കെ കളിച്ചും അങ്ങനെ അങ്ങ് ചിലവഴിച്ചു. അധികം താമസിക്കാതെ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് വന്നു. അപ്പോൾ ഇവിടെ എല്ലാം മറ്റേ സിസിലർ സ്റ്റേക്ക് ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പലരും പലതും ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ഒക്ടോപ്പസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതും ആരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും ഷെയർ ചെയ്തൊക്കെ കഴിക്കുമായിരുന്നു. ഫുഡ് ചിലതൊക്കെ നല്ലതായിരുന്നു, ചിലത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഓക്കെ, ഫുഡ് വാസ് നൈസ്. അതെ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ വരാൻ പോകുന്നതാണ് ചത്തമാമൻ. ചത്തമാമൻ രാവിലെ വാഗമൺ പോകാൻ കോട്ടയത്ത് നിന്ന് ഹുഡി ഇട്ട മാമനാണ് കേട്ടോ. എങ്ങോട്ടാടാ? ഊട്ടിക്കാണ്? കൊടൈക്കനാലിലാണ്? കോട്ടയത്ത്. ഓക്കെ, ചെറുതായിട്ടൊരു ചൂടെടുത്തിറങ്ങുന്നേ അല്ലേ? കുറച്ച് നട്ടപ്പുറ വെയിലാകുമ്പോ കടയിക്കാണ് കേട്ടോ. തണുത്തിട്ട് വയ്യല്ലേ? അപ്പം നമ്മൾ രാവിലെ തന്നെ കോട്ടയത്ത് നിന്ന് വാഗമണേക്ക് തിരിച്ചു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. രുചിയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരത് ഇപ്പോഴും ഹുഡിയിലാണ്. അങ്ങനെ തണുത്തിട്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ചത്തമാമ ചോദിച്ച് ഫാൻ വിട്ട് ഒരു ഊത്തപ്പവും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളെല്ലാം ബാക്കി എല്ലാവരും ഇതേ ഡ്രസ്സാണല്ലോ. നട്ടപ്പുറ വെയിലായല്ലോ, പറ്റുന്നില്ല ഭാവത്തിന്. മര്യാദക്ക് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാ, കേട്ടില്ല. പച്ച പരിഷ്കാരി. അപ്പം ഞങ്ങൾ വഴിയിൽ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലമാണ് കേട്ടോ ഇത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ തീറ്റ തന്നെയായിരുന്നു എന്ന്. അല്ല, ഇതിനിടയ്ക്ക് കുറേ സമയം പോയി. പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒട്ടനെ ചായ കുടിക്കാൻ കയറിയത്. പക്ഷെ അങ്ങനെയല്ല. എന്തായാലും ഇതൊരു അടിപൊളി യുണീക്ക് സ്ഥലമായിരുന്നു കേട്ടോ. ഇവർക്ക് ഒരു ഗാലറി പോലെയൊക്കെ അകത്തുണ്ടായിരുന്നു, കുറേ പെയിൻറ്റിങ്സും അതല്ലാതെ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന കുറേ കുട്ടി കാര്യങ്ങൾ അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു ലൈബ്രറി പോലെ കുറേ ബുക്സൊക്കെ വെച്ചിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. നല്ലൊരു സീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഗാലറിയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ചായ ഒന്നും കിട്ടിയില്ല. പക്ഷേ എന്തായാലും സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എന്തായാലും സ്ഥലത്തിന് വേണ്ടി നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു സ്നീക്ക് പീക്ക് തരാം. അപ്പോൾ ഇത് ക്ലേ ആർട്ട് കഫേ ആണ് കേട്ടോ. നമ്മൾ കോട്ടയത്ത് നിന്ന് വാഗമൺ പോകുന്നതിനിടയിലുള്ളൊരു സ്ഥലം എന്നേ എനിക്ക് അപ്പം അറിയാമായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കൊല്ലം തേനി ഹൈവേയിൽ പൊൻകുന്നത്താണ് ഈ കഫേ. നിങ്ങൾക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ കഫേയുടെ പുറത്തൊരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ പ്ലാന്റ്സും എല്ലാം സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു സെയിൽ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആ ഔട്ട്ഡോർ ഏരിയ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചായ ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ ചുമ്മാ നിന്നിട്ടാണ് പോയത്. അപ്പോൾ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ആക്ച്വലി അവിടെ ഇരുന്ന് അവിടുത്തെ ചായയും ഫുഡും ഒക്കെ ട്രൈ ചെയ്യണം നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജാനുമി ആണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും ചായ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ സങ്കടം തീർക്കാൻ വേണ്ടി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് നമ്മുടെ ഡോമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലഞ്ചിന് ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലത്ത് കയറി കേട്ടോ. അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ജ്യൂസും ഷേക്കും ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ച് ഫുഡും ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അധികം താമസിയാതെ ഫുഡും എത്തി. നമ്മൾ പാസ്ത, പിന്നെന്തോ റൈസ് വിത്ത് എന്തോ ബീഫ്, പിന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എല്ലാം നല്ലതായിരുന്നു. ആക്ച്വലി നല്ലതായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡ്, ഡ്രിങ്ക്സും ഷേക്കും എല്ലാം നല്ല ഫുഡായിരുന്നു അവിടുത്തെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ യാത്ര തിരിച്ചു. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതിമനോഹരമായ പ്രകൃതിയിലേക്ക്. വഴിയിൽ പശുവിനെ കണ്ട് ജാനവിക്ക് കളിക്കണം എന്ന് പറഞ്ഞ് അച്ഛനും മോളും കൂടെ ഇറങ്ങിയതാണ്. ആ സമയത്തൊക്കെ ജാനവിക്ക് പശു ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പാൽത്തു ജാൻവറിലെ പാട്ട് കേട്ടിട്ട് അമ്പട തുമ്പട പശുമ്പ എന്നാണ് അവൾ വിളിച്ചോണ്ടിരുന്നത്. സത്യമായിട്ട് ഒരു പശുവിൻ്റെ കൂടെ കളിക്കാൻ ചെന്നതാണ്. പക്ഷേ പശുവിനത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പശു ജീവനും കൊണ്ട് ഓടുകയാണ്. മൃഗസ്നേഹികളാരും ഞങ്ങളെ കൊല്ലാൻ വരരുത്, ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നോ അനിമൽസ് വെ ഹാം ഡ്യൂറിങ് ദ മേക്കിംഗ് ഓഫ് ദിസ് വീഡിയോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ಗುಂಡ ಪಶು ಪಶು ಎತ್ಕೊ ಓಡಿപ്പോയത് മറ്റേ മറന്നോടെ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പശുവിന് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് പിന്നെ കാണാമെന്ന് പറഞ്ഞ അച്ഛനും മോളും വല്ല വിധവും വണ്ടിയിൽ വന്ന് കയറി. ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചു. മാപ്പ് കാണിക്കല്ലേ എന്ന് ചത്തമാമ പറഞ്ഞെങ്കിലും ചത്തമാമന് തെറ്റി. ഗൂഗിൾ മാപ്പ് ചതിച്ചു, ഞങ്ങളെ വേറെ എവിടെയോ കൊണ്ടെത്തിച്ചു. പക്ഷേ എത്തിച്ച സ്ഥലം
അത് അടിപൊളി ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത് ഈ അതിമനോഹരമായ സ്ഥലത്ത് ഇറങ്ങി. ഗോപമാമി ആ പ്രോപ്പർട്ടിക്കാരെ വിളിച്ച് എവിടെയാണ് സ്ഥലം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻവെയിൽ ചത്തമാമ മൂത്രശങ്ക ഒഴിവാക്കാൻ വേണ്ടി അതിനകത്ത് കയറി പോയിരിക്കുന്നതല്ല, ഭാര്യയെ പേടിച്ച് അതിനകത്ത് കയറി പോയിരിക്കുകയാണ്. ഭാര്യ വെള്ളം കോരി ഒഴിക്കുകയാണ്. അങ്ങനെ ഗോപമാമിയുടെയും ഡാഡയുടെയും മാത്രമല്ല അച്ചുവിൻ്റെയും ചത്തമാമൻ്റെയും ഫോട്ടോ എടുത്ത് കുറച്ച് കിളികളെ നോക്കി നിന്ന് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് വഴി കണ്ടുപിടിക്കാനുള്ള യാത്ര തുടങ്ങി. ഈ ഒരു ഏലക്കാടിനിടയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഓണമാമയുടെ കാലിൽ അട്ട കടിച്ചിട്ട് അതിനെ ലൈറ്റർ വെച്ച് ആരോ കത്തിച്ച് കളയാൻ നോക്കിയപ്പോഴത്തേക്ക് മുടിയെല്ലാം കൂടെ കരിഞ്ഞുപോയി. എന്റെ ഏരിയയില് മുടിയുടെ സ്മെല്ല്, കരിഞ്ഞ സ്മെല്ല്. അങ്ങനെ അവിടെ എത്തി നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ്സ് ക്ലിയർ ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന ആ ഒരു കഫേ സ്പേസിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അവരുടെ ഓഫീസും കഫേ സ്പേസും ഒക്കെ ഒരിടത്തായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഡോം സെറ്റായി നമ്മൾ അങ്ങോട്ട് വിട്ടു. വെള്ളം അകത്ത് തുടച്ചോ. ആഹ്, എന്താ ചീവീടിൻ്റെ ശബ്ദം അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഡോം എന്ന് പറയുന്നത്. പുറത്ത് ഇങ്ങനെ ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട് സ്പേസ് പോലൊക്കെ ഉണ്ട്. ഇവിടെ 2 ചെയർസും ഒരു കോഫി ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരു നെറ്റ് പോലൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്. നമുക്ക് അവിടെ കിടക്കാം. പക്ഷെ നമ്മൾ പോയപ്പോൾ ഫുൾ മഴ ആയതുകൊണ്ട് നമുക്കത് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അകത്താണെങ്കിൽ ഇങ്ങനെ ലൗഞ്ച് ചെയർസും ഒരു ടേബിളും ഒക്കെ ഇട്ട് ഒരു സിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട്. പിന്നെ ഒരു കിങ് സൈസ് ബെഡുണ്ട്, ഒരു ഡെസ്ക്, ചെയർ, ഒരു മിറർ, പിന്നെ മുകളിലൊരു ലോഫ്റ്റ് ബെഡ് പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി 3 ഡോമേ എടുത്തുള്ളൂ. ഒരു ഡോമിൽ 3 പേർക്ക് ഈസി ആയിട്ട് താമസിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റിൽ ഇൻ ചെയ്തപ്പോഴത്തേക്ക് ഗോപമാമയും ബാക്കി എല്ലാവരും ബാഗൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. നിന്റെ മമ്മീനെ വിളിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് എന്താ പോലെയാണ്. എനിക്ക് നിന്റെ മമ്മിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, ലൈക്ക് മമ്മി ചന്ദ്രികയാണോ സന്തൂറാണോ ഉണ്ണി ഉദ്ദേശിച്ചത്? സന്തൂർ മമ്മി എന്നാണല്ലോ. മമ്മി, അമ്മ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുമല്ലോ. കണ്ണന് പറ്റിയൊരു ക്യൂട്ട് ബെഡൊക്കെ ഉണ്ട്. ബുദ്ധിമാൻ. അല്പം കഴിഞ്ഞൊരു പൊളിക്കാന്ന് പറഞ്ഞ് സ്പീക്കർ സെറ്റൊക്കെ എടുത്ത് ഉണ്ണി പുറത്തിറങ്ങിയെങ്കിലും അധികം നേരം അത് ലാസ്റ്റ് ചെയ്തില്ല. ഭയങ്കര മഴ വന്നു കേട്ടോ. ആക്ച്വലി അവിടെ സൺറൈസ് ട്രെക്ക്, സൺസെറ്റ് ട്രെക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ട്രെക്കൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും പോകാൻ പറ്റിയില്ല. ഭയങ്കര മഴയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ റൂമിനകത്ത് തന്നെ ആയിപ്പോയി.
അപ്പോൾ പിന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് റീൽസ് എടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മഴ ശബ്ദം നല്ല കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഓളം മെലഡി ഇട്ട് റീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം, അവിടെ പോയി കണ്ടു നോക്കും കേട്ടോ ഞങ്ങൾ എന്ത് കോപ്രായൊക്കെയാണ് കാണിച്ച് കൂട്ടിയതെന്ന്. അല്ല ഒഴിക്കുന്നതായിട്ട് കാണിക്കും, ഒഴിക്കില്ല. ഇങ്ങനെ വെച്ചാൽ മതി. ആക്ച്വലി വീഴണമെന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ വെക്കുന്ന കണ്ടാ പോരെ. അങ്ങനെ നിൽക്കൂല, ഇതിന് സ്റ്റോപ്പറിനെ. അങ്ങനെ കഥ അറിയാത്ത ക്യാമറമാനും ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് വന്നപ്പോൾ ഒരു നേരമായി. പിന്നെ ഞങ്ങൾ ഡിന്നറും കഴിച്ച് കിടന്നു. അവരുടെ കഫേ പോയി വേണം ഡിന്നർ കഴിക്കാൻ. അപ്പോൾ അവിടെ പോയി ഡിന്നറൊക്കെ കഴിച്ച് കിടന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ ഞാൻ എണീറ്റപ്പം ജാനുമയും അച്ഛനും കണ്ണൻ കൊച്ചനും ഒക്കെ സുഖം ഉറക്കം. അപ്പോൾ അകത്ത് ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. ദേ നമ്മൾ അകത്ത് കണ്ട ആ മോത്ത് അതേ ജനലിൽ. എന്തായാലും പുറത്ത് വന്ന ചെറിയ മഞ്ഞും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കാണ് കണ്ടത് നമ്മുടെ ഗോപമാമിയുടെ ഡോമിൽ ഗോപമാമി ഉണർന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നതും പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ ഡോമിൽ സ്റ്റക്കായിപ്പോയി. ആൻഡ് അവിടെ ഞാൻ സ്റ്റക്കായപ്പോൾ ആ കൃത്യസമയം ജാനുമി അപ്പുറത്തെ ഡോമിൽ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ജാനുമേ ഗുഡ് മോർണിംഗ്, വരുന്നില്ലേ? അങ്ങനെ വീഡിയോ കോളും ചെയ്ത് സമാനിപ്പിച്ചിട്ട് വേഗം അങ്ങോട്ട് ഓടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഇങ്ങനെ ഒരു ക്യാരം ബോർഡൊക്കെ വെച്ച് കുറച്ചൊന്ന് കളിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കളിയൊക്കെ ആയിട്ടൊന്ന് ചില്ല് ചെയ്തിട്ട് ചത്ത മാമേൻ്റെയും അച്ചുവിൻ്റെയും ഡോം ഞങ്ങളുടെ ഡോമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയായിരുന്നു. അപ്പം അവരുടെ ഡോം എങ്ങനെയുണ്ട്, അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അങ്ങോട്ട് പോയി. അപ്പോൾ അവരുടെ ഡോമിൽ ഇത് ഈ ഓറഞ്ച് മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഓറഞ്ച് മരം തന്നെ അല്ലേ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. എന്തായാലും അങ്ങനെ വേറൊരു വ്യൂ ആയിരുന്നു. നമ്മുടെ അവിടെ മറ്റേ മരങ്ങളല്ലല്ലോ, ഏലച്ചെടികൾ ഒക്കെ ആയിട്ട് വേറൊരു വ്യൂ ആയിരുന്നു. ഇവരുടെ അവിടെ അതുകൊണ്ട് പക്ഷേ വേറൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുടെ ആ ഒരു നെറ്റ് സ്പേസിലൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തു. ഹായ്, ഞാനിനി എവിടെ കിടക്കുന്നേ? ഹായ് ഹായ്. നോ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റും. പോവില്ലെന്ന് തോന്നുന്നതിനിടയിൽ ജാനുമി വേണ്ട, തല ചക്കാവും.
അങ്ങനെ നമുക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഞങ്ങൾ ഡോമുകളിൽ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ആക്ച്വലി ഇവിടെ സൺറൈസ് ട്രക്ക് ഞാൻ പറഞ്ഞല്ലോ, സൺസെറ്റ് ട്രക്കൊക്കെ ഉണ്ടായിരുന്നു. മഴ കാരണം നമുക്കതൊന്നും പറ്റിയില്ല. പിന്നെ അത് ഈ ഒരു ഏരിയയിൽ അവർ ക്യാമ്പ് ഫയറൊക്കെ ഇടും. പക്ഷെ അതും ഈ മഴ കാരണം കുറച്ച് നേരം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് മഴ കാരണം അവർ നിർത്തി. അപ്പോൾ അതൊരു മിസ്സിങ് ആയിപ്പോൾ. എന്തായാലും ഈ ഒരു സ്പേസ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ചുമ്മാ അതങ്ങ് പോകണ്ട. നമുക്കൊരു റീൽ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം ഇവിടെ നിന്ന് എടുത്തിട്ട് ഫൈനൽ പാക്കപ്പ് അതിന് ശേഷം ആക്കാമെന്ന് വിചാരിച്ചു. വൈഫൈയിലൊക്കെ കണക്ട് ചെയ്യാൻ തോന്നുന്നു. ഇതങ്ങ് എടുത്താൽ മതി, ഇതങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. ആക്ഷൻ. അപ്പോൾ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് കാരണം എനിക്ക് ഈ പാട്ട് ഇവിടെ ഫുള്ള് കേൾപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഈ സംഭവം ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. നിങ്ങൾ അവിടെ പോയി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിച്ച മണ്ടത്തരങ്ങളല്ലാതെ പ്രോപ്പർ റീൽ നിങ്ങൾക്ക് കാണും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ആത്മാർത്ഥത ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വേണ്ടി ഷോർട്സ് എടുക്കുകയാണ് അവർ. സ്റ്റഡി ആയിട്ട് പിടിക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, തേയിലയുടെ എൻട്രൻസ് കിട്ടി, നന്നായി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്കതൊന്നും അവരുടെ കോൺവെർസേഷൻ കേൾപ്പിക്കാൻ പറ്റാത്തത്. അവർ പാട്ട് ഇട്ടിട്ടുണ്ട് കാറിനകത്ത്, അതിന് കോപ്പിറൈറ്റ് കിട്ടും. പക്ഷെ കുറച്ച് നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും ആ ആത്മാർത്ഥതയിൽ ഞാൻ ഹൃദാർത്ഥയായിരിക്കും അത് ആയിരിക്കുന്നു കൂട്ടുകാരെ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നമ്മൾ പീരുമേടുള്ള തേയില റെസ്റ്റോറൻറ്റിലാണ് ഒരു കാപ്പി കുടിക്കാൻ കയറിയത്. അപ്പോൾ അവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പോൾ ഇത്രയും മഞ്ഞൊക്കെ ജാനമി ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അവളത് കണ്ടിട്ട് പുക എന്ന് പറയുമായിരുന്നു. കൊച്ചിന് ദോശപ്പാപ്പം വേണോ? അപ്പോൾ കഴിക്കണോ വേണ്ടയോ എന്നൊരു 10 തവണ ചിന്തിച്ചിട്ട് വളരെ ഏർലി ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഓറഞ്ച് കേക്കും ഒരു കട്ടനും ഒക്കെ പറഞ്ഞ് അവിടെ പോയിരുന്നു. അപ്പോൾ ഈ കോരി ചൊരിയുന്ന മഴയത്തൊരു കട്ടൻ, അതൊരു വികാരം തന്നെയായിരുന്നു. ജാനുവി മഴയുടെ ശബ്ദമൊക്കെ കാരണം ചെവിയൊക്കെ പൊത്തിപ്പിടിക്കുമായിരുന്നു, അത്രയ്ക്ക് മഴ. അങ്ങനെ ഓറഞ്ച് കേക്കും വന്നു. ജനുവി ചായ കുടിക്കുവാണോ? ഡാഡയുടെ ചായ കുടിക്കുവാണോ? എവിടെ നോക്കട്ടെ, സിപ്പ് എടുത്ത മുക്കിയില്ല അവള്. ഫോട്ടോയ്ക്ക് വേണ്ടി അഭിനയിച്ചു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പല വെറൈറ്റി ടീ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഉണ്ണിമയ്ക്കൊരു ഇളക്കം, അതിലോട്ട് ചാടി വീണു. പിന്നെ കുളിരുന്നെന്ന് പറഞ്ഞ് ശരത്തിൻ്റെ ഹുഡി ഇട്ടേക്കുവാണേ. അങ്ങനെ തേയിലപ്പൊടിയും വാങ്ങിച്ച് ദേ ചത്തമാമയുടെ ഫോട്ടോ സെഷനും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഫൈനലി പോകുന്ന വഴിക്ക് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കണ്ട് അവിടെയും നിർത്തി. അവിടെ പിന്നെ ഭയങ്കര സെൽഫി ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. അങ്ങനെ കോട്ടയത്തെത്തി. കോട്ടയത്തും ചെറുതായിട്ടൊന്ന് കറങ്ങി ഓണം മാമനെയും ചത്തമാമയെയും അച്ചുവിനെയും ട്രെയിൻ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ വീടെത്തി. ജാനു ഇപ്പൊ ഒരാളുടെ പേര് അറിഞ്ഞില്ലേ? ഇപ്പൊ നീ ആരുണ്ടെന്ന് പറഞ്ഞ അകത്ത് ഒരാളെ ജാനു ഒരാളെ ഉള്ള അകത്ത്. അതാരാ? ഒരാളെ ഉള്ള അകത്ത്. അതാരാ? അകത്ത് ഓണമാമനുണ്ടോ? നോക്കാം നമുക്ക്. കാണണോ ഓണമാമനെ? അതെ, ട്രെയിനിൽ പോയടാ. ഓണമാമ ട്രെയിനിൽ പോയി. ജാമു ഓണമാമ
മാമൻ ട്രെയിനിൽ പോയി ജാമു. അൺഫോർച്ചുനേറ്റ്ലി ഓൺ ദാറ്റ് സാഡ് നോട്ട് ഈ വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരിക്കാൻ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ഇഷ്ടമാണല്ലേ. പക്ഷെ എല്ലാ ദിവസവും പറ്റില്ലല്ലോ. പക്ഷെ പറ്റുന്ന ഈ ദിവസങ്ങൾ വിൽ ബി ചെറിഷ്ഡ് ഫോർ എവർ. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് ഓണമാമനെ കാണാം. ഓക്കെ, അപ്പോൾ see you on our next vlog. Hope you like this one. Bye.